ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം വിടുതലൈ പാർട്ട് 2. പാർട്ട് 1 ഞാൻ ട്രിവാൻഡ്രത്ത് ഏരീസിൽ വെച്ചിട്ടാണ് കാണുന്നത്. അതും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയിട്ട് വരുന്ന വഴിക്ക് എനിക്ക് സിനിമ കണ്ടോളാൻ വയ്യാതെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഓടി പിടിച്ച് കറക്റ്റ് ടൈമിങ് പിടിച്ചൊക്കെയാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇനി പാർട്ട് 2 നല്ല ഹൈലി എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു മൂവിയാണ്. കാരണം ഈ ഒരു സിനിമയുടെ ക്യാരക്ടർ ആർക്കും ഒരു ക്യാരക്ടർ സ്കെച്ചിങ്ങും ഒക്കെ നമുക്ക് പാർട്ട് 1 തന്നെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കുന്നത്, സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നൊരു സംഭവം. ഈ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിജയ് സേതുപതിൻ്റെ ഒരു ക്യാരക്ടറിനെ നമ്മൾ ആദ്യമേ മറ്റേ സിനിമയിൽ തന്നെ കാണുന്നുണ്ട്. പെരുമാൾ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ, ആ ഒരു ക്യാരക്ടറിൻ്റെ ആർക്ക് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് സിനിമയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രസൻറ്റും പാസ്റ്റും ഒക്കെ ഒന്നിച്ച് തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് പറയുന്ന ഒരു ഒരു നറേഷൻ സ്റ്റൈൽ, അത് കൂടുതലും ഈ ഡയലോഗ്സിലൂടെ ആളുകളുടെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളെ അതിനെ മറ്റൊരു വ്യൂ പോയിന്റിലൂടെ കറക്റ്റായിട്ട് വെട്രിമാരൻ എഴുതി ഫലിപ്പിച്ച് പ്രസൻറ്റ് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ പെർഫോമൻസ് വൈസ് വിജയ് സേതുപതി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സൂരി ഈ സിനിമയിലും പുള്ളിയുടെ ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ പുള്ളി തകർത്തിട്ടുണ്ട്. ബാക്കി ഒപ്പം നിൽക്കുന്ന ഓരോ ആക്ടേഴ്സും എല്ലാവരും അടിപൊളിയാണ്. മഞ്ജു വാര്യർ കിട്ടിയ ഏരിയ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ആരെയും മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം ചെറിയൊരു ഡയലോഗ് കൊണ്ട് പോലും നമ്മളെങ്ങനെ ത്രില്ലടിപ്പിക്കുന്ന അല്ലെങ്കിൽ കോരിത്തരിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഭയങ്കര ഡയലോഗ്സ് ഒന്നുമല്ല, വളരെ ചെറിയൊരു ഡയലോഗ് കൊണ്ടാണെങ്കിൽ പോലും കൂടെ നിൽക്കുന്നവനെ എന്താ പറയുക, തോളോട് തോള് ചേർന്ന് നിൽക്കാനുള്ള ഒരു മൈൻഡ് കാണിക്കുന്ന ചില മനുഷ്യരെ നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സിനെ ഈ സിനിമയിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു തീരുമാനം, വെട്ടിപ്പിടിക്കും എന്നുള്ളൊരു തീരുമാനം, അത് കറക്റ്റായിട്ട് ഈ സിനിമയിൽ ടോട്ടലി നമുക്കൊരു കൊണ്ടുതരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. ബട്ട് ഒരു പൊളിറ്റിക്കൽ വേയിലൂടെ സിനിമയെ പറഞ്ഞു വെക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഏതൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണെങ്കിലും മറ്റുള്ളവന് ഗുണം ചെയ്യുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും മികച്ച കാര്യമെന്നും സിനിമ ഒരു തരത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും ഉണ്ടെന്ന് സിനിമ പറയാതെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മൾ ശരിയെന്ന് തോന്നുന്ന ചില ചിന്തകളെ വളരെ നൈസായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ മുന്നിലേക്ക് തന്നെ പ്രസൻറ്റ് ചെയ്ത് വെച്ചും കൊണ്ട് നമുക്ക് തന്നെ പറഞ്ഞു തരുന്ന ചില ഏരിയാസ് ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. എന്നിരുന്നാൽ പോലും സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതെന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്നാൽ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവിടങ്ങളിൽ പോലും ആ സിനിമയുടെ ഒരു ഗ്രിപ്പ് താഴോട്ട് പോകുന്നില്ല. ഒരു പീക്ക് ലെവലിലേക്ക് ഓഡിയൻസിനെ കൊണ്ടുപോകാനായിട്ട് അവരുടെ ഒരു അഡ്രിനാലിൻ റഷ് ഇങ്ങനെ കയറ്റി കൊണ്ടുവരാനും അവരുടെ ഒരു മൈൻഡിനെ ഒരു പീക്കിലേക്ക് കൊണ്ടെത്തിക്കാനും ഒക്കെ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ഇളയരാജയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ ചേരുമ്പോഴത്തേക്ക് സിനിമ പലയിടങ്ങളിലും ഒരു ഹൈ ലെവലിലേക്ക് കയറി പോകാനുള്ള സാധ്യത ഭയങ്കരമാണ്. സോ അത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. പക്ഷേ വണ്ണിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഫീല് ഈ സിനിമയിലേക്കല്ല, പകരം ഇത് മറ്റൊരു തരത്തിലേക്കാണ് വെട്രിമാരൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് തോന്നിയ ചില നെഗറ്റീവ്സ് എന്ന് പറയുന്നത്, ഇതിനകത്ത് പലയിടങ്ങളിലും ഈ നൈറ്റ് ഷൂട്ട്സും അല്ലെങ്കിൽ മറ്റു കുറേ കാര്യങ്ങളുമൊക്കെ ഈ സ്റ്റുഡിയോ സെറ്റപ്പിൽ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ VFXൻ്റെയോ ഗ്രാഫിക്സിൻ്റെയോ ഒക്കെ സപ്പോർട്ടോടുകൂടി ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതങ്ങനെയാണെന്ന് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളാണ്, ഇവരിനി ഒറിജിനൽ വെർഷൻ തന്നെയാണോ ഇവിടെ പ്രസൻറ്റ് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. അതോ തട്ടിക്കൂട്ടി പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ചെയ്ത് തീർത്തത് പോലൊരു ഫീലും ഉണ്ട്. കാരണം ചിലയിടങ്ങളിൽ 1 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡബ്ബിങ് ചിലയിടങ്ങളിൽ നമുക്ക് ഒരു നെഗറ്റീവ് ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ലിപ്സിങ്ക് പോലും ചിലയിടങ്ങളിൽ കറക്റ്റായിട്ട് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ ഇതിനകത്തും പറയേണ്ടത്, ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് കട്ട് കോപ്പീസൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിനകത്ത് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയക്കകത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിക്കിൻ്റെ സിമ്പിളൊക്കെ ആഡ് ചെയ്യും. ഇതിനകത്തും അതുപോലെ ചില സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഇനി റഷസ് മിസ്സായതാണോ അല്ലെങ്കിൽ അത് മിസ്സായപ്പോഴത്തേക്ക് മറ്റേതിൽ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടതാണോ ഒന്നും അറിയില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഇടയ്ക്ക് കയറി വന്നപ്പോഴത്തേക്ക് ഒരു അരോചകമായിട്ട് ഫീൽ ചെയ്തു. VFXൻ്റെ പാർട്ട് കുറേ ഏരിയാസിൽ ഭയങ്കര നെഗറ്റീവ് ക്രിഞ്ചടിച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നൈറ്റ് ഷോട്ട്സിലെല്ലാം ഭയങ്കര കുറേ എന്താ പറയുക, വിഷ്വലി നമ്മൾ ആ ഒരു ഫീലിനെ ചില ഇടങ്ങളിൽ കെടുത്തി കളയുന്നൊരു സ്റ്റൈല് വന്നിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കറുപ്പൻ്റെ കഥ പറയുന്നുണ്ട്. ആ കറുപ്പൻ്റെ കഥ പറയുന്നതും ഭയങ്കര അടിപൊളിയാണ്. അതായത് നമ്മുടെ അസുരനകത്ത് നമ്മുടെ ധനുഷിൻ്റെ മകനായിട്ട് അഭിനയിച്ച ആ പയ്യൻ, അവൻ തന്നെയാണ് ഇതിനകത്ത് കറുപ്പനായിട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ കറുപ്പൻ്റെ
ആ ഒരു സ്റ്റോറി ലൈനകത്തുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു VFXൻ്റെ ഒരു ഇഷ്യൂ, അതുകൂടൊന്ന് സെറ്റായിരുന്നെങ്കിൽ കുറേ കൂടെ അടിപൊളിയായിരുന്നു. കാരണം ആ ഒരു കാണുമ്പോൾ വിഷ്വലി നമുക്ക് കുറേ ഫീലും കൂടെ കിട്ടിപ്പോയാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയാണ്, സ്ക്രിപ്റ്റ് വൈസ് അടിപൊളി റൈറ്റിംഗ് ആണ്. ഓഡിയൻസിന് കറക്റ്റായിട്ട് ആ സ്ലോ ബേൺ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, അല്ലാതെ ഒരിടത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഒറ്റ കയറോ അല്ല, സ്ലോ ആയിട്ട് ഇങ്ങനെ ബേൺ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെറിയൊരു പെയിനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു പുതിയ തുടക്കത്തിൻ്റെ മറ്റൊരു തുടക്കമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും, ഒരു പുതിയ തുടക്കം ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. അവിടെയാണ് ആ സിനിമയുടെ ഒരു പീക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളൊരു സ്ലോ ബേൺ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂവി കണ്ടുപോക്കുക. വെട്രിമാരൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ വ്യൂ പോയിൻറ്റ്സ് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആ പൊളിറ്റിക്കൽ വ്യൂസ്, ഒരു ക്യാരക്ടറിൻ്റെ പൊളിറ്റിക്കൽ വ്യൂയിലൂടെ തന്നെ മറ്റൊരാൾ അതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കുമ്പോൾ തന്നെ ഇതിനെ രണ്ടിനെയും ക്രിഞ്ചടിക്കാതെ കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് കൊണ്ടുപോകുന്ന റൈറ്റിംഗ് അടിപൊളിയാണ്. അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയും വേ ഓഫ് നറേഷനും എല്ലാം ഭയങ്കര സൂപ്പറാണ്. ക്യാരക്ടർ ആർക്കെല്ലാം അടിപൊളിയാണ്. ഈ ചെറിയ നെഗറ്റീവ്സ് ഒഴിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്, സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. അപ്പോൾ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4 ഔട്ട് ഓഫ് 5 ആണ്. തീർച്ചയായിട്ടും ഒരു സ്ലോ ബേൺ ടൈപ്പ് മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സെക്കൻഡ് പാർട്ട് കൂടെ കണ്ടു നോക്കാം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നമ്മുടെ ചാനൽ വരുന്ന റിവ്യൂസ് റോസ്റ്റിംഗ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.